ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്നു. ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അഭിഷിക്തന്മാർ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് മാർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം 2-ാം വാക്യം. നിങ്ങൾക്ക് എതിരെയുള്ള ഒരു ഗ്രാമത്തിൽ ചെല്ലുവിൻ, അതിൽ കടന്നാൽ ഉടൻ തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അയച്ചു കൊണ്ടുവരുവിൻ. ഇത് ചെയ്യുന്നത് എന്തെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറവിൻ, അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കും എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആർക്കും പ്രയോജനമില്ലെന്ന് ഒരുപക്ഷെ ജനം തള്ളിയ ചില ജീവിതങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. ഒരിക്കലും ഈ കഴുതക്കുട്ടിക്ക് ഒരു വിടുതലുണ്ടാകുമെന്ന് ഒരിക്കലും കഴുതക്കുട്ടി വിചാരിച്ചില്ല. കാരണം കഴുതയെ കൊണ്ട് ചെയ്യാമെന്ന ആകെ 1-2 കാര്യങ്ങൾ ചുമടെടുക്കുവാൻ മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ കഴുതയുടെ അതിൻ്റെ പെടലി ഒടിച്ച് കളയാൻ മാത്രമേ കഴുതയെ കൊണ്ട് ഉപകാരമുള്ളൂ. എന്നാൽ ആരോർക്കും ഉപകാരമില്ലാത്ത ഒരു കഴുത അതിൻ്റെ സ്ഥിതിയെ മാറ്റിയ ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പ്രോഗ്രാം കാണുമ്പോൾ എന്നെ ആരും സഹായിക്കുന്നില്ല, എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ ഏകനാണെന്ന് പറയുന്ന ചില സഹോദരിമാർ, ചില മാതാപിതാക്കൾ, ചില പിതാക്കന്മാർ, ചില കുടുംബങ്ങൾ, ചില അഭിഷിക്തന്മാർ ഈ പ്രോഗ്രാം കാണുന്നു. അവരോട് ഇന്ന് ഒരു ആലോചന കൊടുക്കുവാൻ, കർത്താവിൻ്റെ വാക്ക് നീ അനുസരിക്കുവാൻ തയ്യാറെടുത്താൽ നിൻ്റെ സ്ഥിതികളെ മാറ്റുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണുവാൻ സാധിക്കും. മഹാപരിശുദ്ധനും സ്വർഗീയ നല്ല ദൈവമേ, വചനമായി നിൽക്കുമ്പോൾ അവിടുന്ന് ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ, പൈശാചിക മണ്ഡലങ്ങൾ ഉടയട്ടെ, യേശുവിൻ്റെ നാമം ഉയരപ്പെടട്ടെ. കർത്താവെ, വചനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ പാതാള ശക്തികൾ ജയിക്കട്ടെ. വചനമായി നിൽക്കുമ്പോൾ അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ ശക്തികൾ, പൈശാചിക മണ്ഡലങ്ങൾ തകരട്ടെ. കർത്താവിൻ്റെ നാമം ഉയരപ്പെടട്ടെ. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. മാർക്കോസിൻ്റെ സുവിശേഷം അതിലെ 11-ാം അധ്യായം 2-ാം വാക്യം. നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അതിൽ കടന്നാൽ ഉടൻ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അയച്ച് കൊണ്ടുവരുവിൻ. ഇത് ചെയ്യുന്നത് എന്തെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുവിൻ, അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കുമെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നീയും ആർക്കും പ്രയോജനപ്പെടാത്ത, ആർക്കും ഉപകാരമില്ലാത്ത വ്യക്തിയാണെന്ന് ലോകം നിന്നെപ്പറ്റി വിധി എഴുതും. എന്നാൽ ഇന്ന്
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, എനിക്ക് നിന്നെപ്പറ്റി നിന്നിലൊരു വലിയ പദ്ധതിയുണ്ട്. എൻ്റെ പ്രിയ സഹോദരി, ഞാൻ നിൻ്റെ ഉള്ളത്തിൽ കടന്നു വന്നാൽ, യേശു കഴുതയുടെ പുറത്ത് കയറിയപ്പോൾ കഴുതയെ ലോകമറിയുന്ന രീതിയിൽ മാറുവാൻ സാധിച്ചു. യേശു ഇന്ന് നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ നിൻ്റെ സ്ഥിതിയെ മാറ്റുന്ന ഒരു ദൈവത്തെ, ഒരു കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. ഈ വേളയിൽ എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും സഹായിക്കുന്നില്ല, എന്നെ ആരും എന്നോട് കരുണ കാണിക്കുന്നില്ല എന്ന് പറയുന്ന പ്രിയ വ്യക്തി ജീവിതമേ, നിന്നോട് കരുണയും സ്നേഹവുമുള്ള ഒരു കർത്താവുണ്ട്. ആ കർത്താവ് നിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. ഞാൻ വാതിൽക്കൽ വന്ന് നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടുകൂടി അത്താഴം കഴിക്കുമെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കർത്താവ് നമ്മുടെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. നീ ആ കഴുതയെ പോലെ നീ ആ ദൈവത്തെ കൊടുക്കുവാൻ, നിന്നെ ഒന്ന് സമർപ്പിക്കുവാൻ നീ സാധിച്ചാൽ, കർത്താവ് നിൻ്റെ ഉള്ളത്തിൽ കടന്നു വന്നാൽ നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണുവാൻ സാധിക്കും. ഞാൻ വാതിൽക്കൽ വന്നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകും. ഞാൻ ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നീ ആരോർക്കും ഉപയോഗമില്ലാത്ത വ്യക്തിയാണെന്ന് പറയുന്ന തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതമേ, നിന്നെ ഉപയോഗിക്കുവാൻ കഴിയുന്ന, നിന്നെ നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നീ ഭാരപ്പെടുന്ന അവസ്ഥകളെ മാറ്റുവാൻ കഴിയുന്ന ദൈവം. നിന്നെ ഒന്ന് സമർപ്പിക്കുവാൻ, നിന്നെ ഒന്ന് ദൈവസന്നിധിയിൽ ഏറ്റെടുക്കുവാൻ, നീ ഒന്ന് സമർപ്പണം ചെയ്യുവാൻ സാധിച്ചാൽ, നിൻ്റെ ജീവിതത്തിൽ യേശു നിൻ്റെ ഉള്ളത്തിൽ കടന്നു വന്നാൽ നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റി നിന്നെ ദേശമണ്ഡലങ്ങളിൽ ഉയർത്തുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണുവാൻ സാധിക്കും. റീബൽ ഹസ്തം രഗനം ഷൗഡം. ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ നിലവിളിക്കുന്ന അനുഭവത്തിലിരിക്കുന്ന പിതാവേ, സഹോദരി, എന്നെ ഈ വിഷയത്തിൽ സഹായിക്കുവാൻ ആരുമില്ലെന്ന് പറയുന്ന വ്യക്തി ജീവിതമേ, യേശു നിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. അവൻ വാതിൽക്കൽ വന്ന് മുട്ടുമ്പോൾ നീ വാതിൽ തുറന്ന, നിൻ്റെ ഹൃദയമായ വാതിൽ തുറന്ന ആ യേശുവിനെ, ആ കഴുത തൻ്റെ ആ യേശുവിനെ, യേശു ആ കഴുതയുടെ പുറത്ത് കയറിയപ്പോൾ ആ കഴുതയുടെ സ്ഥിതി മാറിയതുപോലെ വാതിൽക്ക് വന്ന് യേശു വന്ന് മുട്ടുകയാണ്. നീ വാതിൽ തുറന്ന്, നിൻ്റെ ഹൃദയമായി വാതിൽ തുറന്ന് നീ യേശുവിനെ ഉള്ളിൽ കയറ്റിയാൽ, യേശുവിനെ നിൻ്റെ ഉള്ളിൽ വാസം ചെയ്യിച്ചാൽ, നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റി ദേശമണ്ഡലങ്ങളിൽ, ലോകത്തിൻ്റെ മണ്ഡലങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെ ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുവാൻ സാധിക്കും. ആ കർത്താവിൻ്റെ മുന്നിൽ നിൻ്റെ ജീവിതമൊന്ന് സമർപ്പിച്ചാൽ, നിൻ്റെ പാപങ്ങളെ അവൻ്റെ സന്നിധിയിൽ നീ സമർപ്പിക്കുവാൻ ഇന്ന് തീരുമാനമെടുത്താൽ, നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റി അവൻ വിടുവിക്കുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണുവാൻ സാധിക്കും. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് ഇവൻ എന്നോടുകൂടെയും അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാൻ ജയിച്ച് എൻ്റെ പിതാവിന് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ ജയിക്കുന്നവർക്കാണ് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ആരും ഉപയോഗമില്ലാതെ കെട്ടപ്പെട്ട ഒരു കഴുതയായിരുന്നു. എന്നാൽ ആരും ഒരിക്കലും കയറാത്ത ഒരു കഴുതയിലാണ് യേശു കയറിയിരുന്നത്.
മാർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 11:4 വായിക്കുമ്പോൾ, അവർ പോയി തെരുവിൽ പുറത്ത് വാതിൽക്കൽ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ട് അതിനെ അയച്ചു. അവിടെ നിന്നവരിൽ ചിലർ അവരോട്, നിങ്ങൾ ഈ കഴുതക്കുട്ടിയെ അയക്കുന്നത് എന്തെന്ന് ചോദിച്ചു. യേശു കൽപ്പിച്ചതുപോലെ അവർ അവരോട് പറഞ്ഞു. അവർ അവരെ വിട്ടയച്ചു. അവർ കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രം അതിൻ്റെ മേൽ ഇട്ടു. അവൻ അതിൻ്റെ മേൽ കയറി ഇരുന്നു. ഇന്ന് ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റി ഉയർത്തുന്ന, നമ്മെ പുലർത്തുന്ന, നമ്മെ വഴി നടത്തുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പ്രോഗ്രാം കാണുമ്പോൾ തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ തകർച്ച അവസ്ഥകൾ, നീ ഭാരപ്പെടുന്ന ചില അഭിമുഖീകരിക്കുന്ന വിഷയമുണ്ട്. എൻ്റെ മകളുടെ വിവാഹം എങ്ങനെ ആലോചിക്കുമെന്ന് ഭാരപ്പെടുന്ന ചില വ്യക്തിമണ്ഡലങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട ചില സഹോദരിമാരുണ്ട്. അവരോട് പരിശുദ്ധാത്മാവിനാൽ ദൂത് പറയുകയാണ്, നിൻ്റെ മകൾക്ക് ബെസ്റ്റായ ആലോചന കർത്താവ് ഒരു അഭിഷക്തനെ അവിടുന്ന് ഒരുക്കിയിരിക്കുകയാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. ഈ പ്രോഗ്രാം കാണുമ്പോൾ ബിസിനസ് തകർച്ചയിലെ ചില വ്യക്തിമണ്ഡലങ്ങളുണ്ട്. അവരുടെ വിഷയത്തിൻ്റെ കർത്താവ് വാതിലുകളെ തുറന്ന് ബിസിനസ് മേഖലകൾ തകർന്നു പോകുമെന്ന് ശത്രു വെല്ലുവിളിക്കുന്ന മേഖലകളുമേൽ കർത്താവ് അതിൻ്റെ മേൽ പുതുവാതിലുകളെ തുറന്ന് പുതു ബിസിനസ് മേഖലകൾ തുടങ്ങുവാൻ സ്വർഗം വഴികളെ തുറന്നിരിക്കുകയാണ്. നീ ഭാരപ്പെടുന്ന ചില രോഗാവസ്ഥയുടെ മേൽ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. ഈ വേളയിൽ ഗൾഫിൻ്റെ വിവിധ മേഖലകളിൽ വിസ ഇല്ലാതെ ഭാരപ്പെടുന്ന ചില വ്യക്തികൾ, സഹോദരിമാർ, മാതാപിതാക്കൾ, അവർക്ക് വിസ അടിക്കുവാൻ കർത്താവ് അതിനുമേൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുകയാണ്. പ്രവചന ആത്മാവിൽ കൽപ്പിക്കുക, നിൻ്റെ ജീവിതത്തിൽ നീ ഭാരപ്പെടുന്ന ഏത് വിഷയമാണോ അത് അഭിമുഖീകരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ അത്ഭുതത്തെ പ്രവർത്തിച്ചിരിക്കുകയാണ്. നീ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുക, കർത്താവ് നിൻ്റെ വാതിൽക്കൽ മുട്ടുമ്പോൾ നിൻ്റെ ഹൃദയമായ വാതിലുകളെ തുറന്നു കൊടുത്താൽ ആ യേശു നിൻ്റെ ഉള്ളത്തിൽ കടന്നു വന്നാൽ നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റി നിൻ്റെ ദേശമണ്ഡലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാർ, നിങ്ങളെ വിടിവിക്കുന്ന ദൈവമാണ് അവൻ, നിങ്ങളെ പുലർത്തുന്ന ദൈവമാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. മാർക്കോസ് സുവിശേഷം 11:2, നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അതിൽ കടന്നാൽ ഉടൻ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അയച്ച് കൊണ്ടുവരുവിൻ. ഇത് ചെയ്യുന്നത് എന്തെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുവിൻ. അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കും. ഇന്ന് കർത്താവിന് നിങ്ങളെക്കൊണ്ട് ആവശ്യമുണ്ട്. എന്നെ തകർന്നിരിക്കുന്ന വ്യക്തിജീവിതമേ, നീ ഭാരപ്പെടേണ്ട. കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ നിശ്ചയമായി നീ രോഗത്തിൽ ഭാരപ്പെടുന്നുവോ അവൻ വിടിവിക്കുന്ന ദൈവം. നീ കടഭാരത്തിൽ ഭാരപ്പെടുന്നുവോ അവൻ നിന്നെ വിടിവിക്കുന്ന ദൈവം. നീ ശാപത്തിൽ അകപ്പെട്ടിരിക്കുന്നുവോ അതിൽ നിന്നും വിടിവിക്കുന്ന ദൈവം. നീ ബിസിനസ് തകർച്ചയിൽ അകപ്പെട്ടിരിക്കുന്നുവോ അവൻ അതിൽ നിന്ന് വിടിവിക്കുന്ന കർത്താവ്. കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. റീവൽ ഹസ്തം റീകം, നീ ഭാരപ്പെടുന്ന, നീ ആരോരുമില്ലെന്ന് പറയുന്നുവോ, എന്നാൽ കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. അത് എന്നെ സഹായിക്കുവാൻ ആരുമില്ലെന്ന് പറയുന്നുവോ, എന്നാൽ നിന്നെക്കൊണ്ട് കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന് നിന്നെ ആവശ്യമുണ്ടെങ്കിൽ നിൻ്റെ വിഷയത്തെ അവൻ പരിഹരിക്കുവാൻ കഴിയുന്ന ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, അവൻ വീരനാം ദൈവം. ആ കർത്താവിൽ നീ ആശ്രയം വെക്കുക. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരും. കർത്താവേ, വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. വചനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ പാതാള കോട്ടകൾ ഉടയട്ടെ. യേശുവിൻ്റെ നാമം ഉയരട്ടെ. ഭവനമണ്ഡലങ്ങളിൽ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. എല്ലാ കുടുംബ മണ്ഡലങ്ങൾക്കും ഒരു സമാധാനത്തെയും സമൃദ്ധിയും സൗഖ്യത്തെയും കൽപ്പിക്കുന്നു.
കർത്താവ് ഇന്ന് വചനമയച്ച് അനേകരെ വിടുവിച്ചതിനായി നന്ദി പറയുന്നു. ജനത്തെ അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.